പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ PUSA on any of your streaming device or any smart television. കേരള അസോസിയേഷൻ ഓഫ് നാഷ്വിൽ കാൻ സെന്റ് പയസ് എക്സ് ചർച്ചിൽ വെച്ച് നടത്തിയ കേരള ഫെസ്റ്റ് 2024 പങ്കാളിത്തം കൊണ്ടും അവതരണം കൊണ്ടും ഒരു വൻ വിജയമായി. മുൻവർഷങ്ങളിൽ നടത്തി വന്നിരുന്ന കേരള കഫേ, കാൻ പിക്നിക് എന്നീ തീമുകൾ സംയോജിപ്പിച്ചായിരുന്നു കേരള ഫെസ്റ്റ് എന്ന രൂപത്തിൽ അവതരിപ്പിച്ചത്. ഇത് കൂടുതൽ വർണ്ണശബളമാക്കാൻ സഹായിച്ചുവെന്നും കാൻ ഭരണസമിതി അറിയിച്ചു. കേരള കഫേയുടെ ഭാഗമായി മലയാളികളുടെ തനതായ വിവിധ വിഭവങ്ങൾ കാനിന്റെ സ്വന്തം വോളണ്ടിയർമാർ തയ്യാറാക്കി നൽകുകയായിരുന്നു. ഇത് കേരളത്തിൽ ഒരു ഫുഡ് ഫെസ്റ്റിവലിൽ പോയി പങ്കെടുത്ത പ്രതീതി എല്ലാവരിലും ഉളവാക്കി. ചായയും സുലൈമാനിയും ഗ്ലാസ് പെട്ടിയിൽ അടുക്കി വെച്ചിരുന്ന വിവിധ പലഹാരങ്ങളും ഒക്കെ തയ്യാറാക്കിയ ആദാമിന്റെ തട്ടുകട അവതരണം കൊണ്ട് വളരെ ശ്രദ്ധ നേടി. കേരളത്തിന്റെ അഹങ്കാര വിഭവങ്ങളായ കിഴിപ്പൊറോട്ടയ്ക്കും പൊരിച്ച കോഴിയും ചപ്പാത്തിക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് അവതരിപ്പിച്ച ചയൻസ് തട്ടുകട നോൺ വെജിറ്റേറിയൻ ആൾക്കാരുടെ ഒരു ആകർഷണ കേന്ദ്രമായിരുന്നു. മീൻ പൊള്ളിച്ചതും കപ്പയും മീൻകറിയും ഞണ്ടുകറിയും ഒക്കെയായി അവതരിപ്പിച്ച കായലോരം തട്ടുകട കുറച്ചു നേരത്തേക്ക് ഗൃഹാതുരത്വത്തിന്റെ വേറൊരു കേരള കരയിലേക്ക് എല്ലാവരെയും കൊണ്ടുപോയി. തനി നാടൻ തട്ടുകട ലൈവ് അപ്പവും ദോശയും കൊത്തുപൊറോട്ടയും ഒക്കെയായി വെജിറ്റേറിയൻ ആൾക്കാരെ ഒട്ടും നിരാശപ്പെടുത്തിയില്ല എന്നതും ശ്രദ്ധേയമായിരുന്നു. കാനിന്റെ യൂത്ത് ഫോറം അവരുടെ മുല്ലപ്പന്തൽ സ്റ്റാൾ വഴി നന്നാരി സർബത്തും ലെമൺ ജ്യൂസും ഉപ്പിലിട്ടതും ഒക്കെയായി കളം നിറഞ്ഞു തന്നെ നിന്നു. കാൻ എല്ലാ വർഷവും നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് പിക്നിക്. ഈ പ്രാവശ്യം അതിനെ കേരള ഫെസ്റ്റിന്റെ ഭാഗമായി അവതരിപ്പിച്ചപ്പോൾ അതൊരു പ്രത്യേക അനുഭവമായി മാറി. സുന്ദരിക്ക് പൊട്ടുതൊടൽ, മ്യൂസിക്കൽ ചെയർ, ബോബിംഗ് ദി സിറ്റി എന്നിങ്ങനെ വിവിധങ്ങളായ ഗെയിമുകൾ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിച്ചു. പ്രധാന ഹൈലൈറ്റ് വടംവലിയായിരുന്നു. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികളുടെയും വെവ്വേറെ നടത്തിയ വടംവലികൾ അക്ഷരാർത്ഥത്തിൽ ഒരു കേരള ഫെസ്റ്റിവൽ അനുഭവം തന്നെ തീർത്തു. കാൻ പുതുതായി അവതരിപ്പിച്ച LED വോൾ ആഘോഷത്തിന്റെ ഒരു പ്രത്യേക ഭാവനില സൃഷ്ടിക്കാൻ ഉപകരിച്ചു. കാനിന്റെ പുതിയ ഇൻസ്റ്റാഗ്രാം പേജ് LED വോളിന്റെ സഹായത്തോടെ അവതരിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഹെന്ന ഇടലും ഫേസ് പെയിന്റിംഗും ഒക്കെ കുട്ടികളെ ഒട്ടേറെ ആകർഷിക്കുകയും ചെയ്തു. കേരള ഫെസ്റ്റ് 2024 നാഷ്വില്ലിൽ മലയാളികൾക്കിടയിൽ സമ്പൂർണ്ണമായ ഒരു ആഘോഷത്തിന്റെ ദിനം സമ്മാനിക്കാൻ സാധിച്ചു എന്നതിൽ കാൻ ഭരണസമിതിക്ക് ഒരു ചാരിതാർത്ഥ്യമുണ്ട്. ഒട്ടേറെ വോളണ്ടിയർമാരുടെ അകമഴിഞ്ഞ സഹായവും സഹകരണവും കൊണ്ട് മാത്രമാണ് അതിന് സാധിച്ചത്. അതിനുള്ള നന്ദിയും കടപ്പാടും കാൻ ഭരണസമിതി പ്രത്യേകമായി അവരെ അറിയിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@malayaali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയക്കുക.